ജിമ്മിൽ ചെന്ന് ആദ്യം ചെയ്യുന്നത് അവിടുത്തെ വെയിങ് മെഷീനിൽ കയറി തൂക്കെടുക്കുകയാണ് ആദ്യത്തെ ഒരാഴ്ച. ആ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ആവേശം കഴിയും. അതോടുകൂടി നമ്മുടെ ജിമ്മും തീർന്നു, എല്ലാ പരിപാടിയും തീർന്നു. ഇങ്ങനെയാണ് പുതിയ സ്കില്ലും പുതിയ സംഭവം പഠിക്കാൻ നേരത്ത് പല ആൾക്കാർക്ക് ഒറ്റ ദിവസത്തെ ആവേശം ഇന്നുകൊണ്ടെല്ലാം പഠിക്കണം, ഇന്ന് കഴിഞ്ഞാലെല്ലാം മാക്സിമം വന്ന ഒരാഴ്ചക്ക് നമുക്ക് പഠിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ജിമ്മുകാരനറിയാം, ജിമ്മ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ വരുമ്പോഴേ മാക്സിമം പൈസ മേടിച്ചെടുക്കുന്നത്. ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തേക്കാമെങ്കിൽ ഇവരൊരാഴ്ചയല്ല 2 ആഴ്ച കൊണ്ട് പൊക്കോളും എന്നറിയാം. അത് കഴിഞ്ഞ് ആവേശം 2 ആഴ്ച കൊണ്ട് നിൽക്കത്തില്ല. അതായത് വലിയ സക്സസ് ഉണ്ടാക്കുന്ന എല്ലാ ആൾക്കാരും, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വലിയ സക്സസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനം 90 ഡേ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് 90 ദിവസം ഒരു സ്ഥാനത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കത്തില്ല. അവരെങ്ങനെയെങ്കിലും 70 ദിവസം 80 ദിവസം 60 ദിവസം ഒക്കെ ആകുമ്പോൾ അവർ സ്കിപ്പായി പോകും. അവർ വളരെ ടാലൻറ്റഡാണ്, നല്ല കഴിവുകളുണ്ട്. നമ്മളീ പറയുന്ന പല ആൾക്കാരെക്കാളും വളരെ കഴിവുകളും ഭയങ്കര നമുക്ക് സങ്കടം തോന്നുന്ന ആൾക്കാർ ഞാൻ ഇഷ്ടംപോലെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ കഴിവുകൾ എന്തുമാത്രം കഴിവുകളുള്ള ആൾക്കാരാണ്, പക്ഷേ ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിനായിട്ട് പോകാൻ അറിയാൻ പറ്റില്ല. ഒരു ഓൺ ഓഫ് ആയിരിക്കും. ഇന്ന് ഓഫായിരിക്കും, നാളെ ഓണായിരിക്കും, മറ്റന്നാൾ ഓഫായിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം ഓണായിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, പിറ്റേ ദിവസം നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ ഡീഫോക്കസ്ഡ് ആയിപ്പോകും, ആയിപ്പോകും. അവർ ട്രാക്കിൽ കൂടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവർ നെഗറ്റീവ് ഒന്നുമല്ല, പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ അവരിടയ്ക്കിടയ്ക്ക് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും, പിന്നെ അകത്തേക്ക് ഇറങ്ങും. 90 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ മിനിമം 90 ദിവസം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ട്രാക്കിലായി. ഈ ഫേസ്ബുക്കിൽ അഭിപ്രായം പറഞ്ഞു പോകുന്നു, പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇതിനകത്ത് സ്റ്റേബാക്കിയും അവരാണ് അഭിപ്രായം പറയുന്നത്. അവർ പറഞ്ഞിട്ട് പോകും കേട്ടോ, ഒരു അടുത്ത ദിവസം കാണുകയില്ല, അവരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റിയില്ല. അവരിങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കമൻറ്റ് പറയൽ മാത്രമേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണാൻ പറ്റില്ല. കമൻറ്റ് പറയുന്നവരൊന്നും ചെയ്യുന്നവരല്ല, മാർക്കുകളിൽ എന്തുകൊണ്ട് കമൻറ്റുകൾ പറയാം. അത് കൺസിസ്റ്റൻ്റായിട്ട് ആക്ഷൻ ഇടുന്ന ആളാണ്. അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിനാണ് ജീവിതത്തിൽ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏത് കാര്യം റൈറ്റ് ഡയറക്ഷനിലാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അതിനു മുമ്പ് പലതും നമുക്ക് ആലോചിക്കാം. റൈറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അങ്ങോട്ടുള്ള ബോർഡുകളാണ് സൈഡിൽ നമ്മൾ കാണുന്നതെങ്കിൽ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസിപ്ലിനായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തത്. അത് നമ്മുടെ കൺട്രോളിലുള്ളതാണ്. അത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതി. അതാണ് പ്രധാനമായിട്ട് കാര്യം. മൈൻഡ് സെറ്റ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എന്നാലും പറയും, മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ പല ആൾക്കാരും നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ജങ്ക് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച്. ഇതിൽ ഈ ജങ്ക് ഫുഡാണോ നമ്മുടെ മൈൻഡ് സെറ്റാണോ, ഇതിനകത്ത് ഏതാ ജങ്ക് ഫുഡ് കഴിച്ചാൽ സംഭവിക്കുന്ന ഡാമേജ് ആണോ? അതൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ ധാരാളം കേൾക്കാറുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കരുത്, കുട്ടികൾ ജങ്ക് ഫുഡ് കഴിച്ചാൽ ഉണ്ടാകുന്ന എല്ലാവരും കേൾക്കാറുണ്ട്. സത്യത്തിൽ ജങ്ക് ഫുഡാണോ നമ്മുടെ മൈൻഡ് സെറ്റാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ജങ്ക് ഫുഡ് കഴിക്കുന്നതാണോ അല്ല നല്ല ഫുഡ് കഴിക്കുന്നതാണോ നല്ല മൈൻഡ് സെറ്റാണോ, ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ ഏതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഗട്ട് ഡാമേജ് ഉണ്ടാവും, ഉറപ്പാണ്, സംശയമില്ല. നമ്മുടെ ഡൈജഷൻ സിസ്റ്റമൊക്കെ ഡാമേജ് ആയ ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗട്ട് ഡാമേജ് ഉണ്ടാവും എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ജങ്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ 1000 ഇരട്ടി ഡാമേജാണ് നമ്മുടെ മൈൻഡ് സെറ്റ് പോകുക എന്ന് പറഞ്ഞാൽ. മൈൻഡ് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനകത്ത് എന്ത് കൊടുക്കുന്നു, എന്ത് ഫീഡ് ചെയ്യുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻഡിനകത്ത് ഒരു നെഗറ്റീവ് എനർജിയും കയറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്.